ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാക്ക് ടു ഹോമിലെത്തി. അപ്പോൾ പുതിയ കുറച്ച് ഡ്രസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ആദ്യം തന്നെ. പിന്നെ അതിനുശേഷം തിരുമ്പാണ്ട് കുറച്ച്, പക്ഷെ അതിന്ന് തിരുമ്പണില്ല. ഇന്ന് കുറച്ചധികം പണികളുണ്ട്. ജസ്റ്റ് ഞാൻ ബിരിയാണിയൊക്കെ വെച്ചിട്ട് അന്ന് പോയതാണ്. ഒന്നാം പെരുന്നാൾക്ക് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കച്ചറകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. കുറച്ച് പാത്രങ്ങൾ കഴിയൊക്കെയുണ്ട്. ഇവിടെ ഒന്ന് ക്ലീനാക്കി മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടണം കേട്ടോ. 2 ദിവസം അടിയും തുടയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ വൃത്തികേട് മൊത്തം ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ മാറാലൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കിച്ചണിലേക്ക് പോകാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് വയ്ക്കും. മോനിവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. സോ നല്ല രീതി തുടക്കം കഴിഞ്ഞു കേട്ടോ. നല്ല പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാണ്ട് കൊണ്ടുപോയി. എൻ്റെ അടുപ്പ് ഈ സംഭവം ഉണ്ടല്ലോ, ലൈറ്റർ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ അല്ലാത്ത പോലെ ഒരു തോന്നല കണ്ടോ. അങ്ങനെ എനിക്ക് ഈ സാധനം ഒന്ന് മാറ്റണം എന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയും നല്ല വൃത്തിയിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പ്ലാസ്റ്റിക് ഇടുന്ന കൊട്ട അങ്ങനെ കയറ്റൊക്കെ കേട്ടോ ചെയ്യുക. അങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ എടുത്തുണ്ടാവും. ഇത് ചോറ് അല്ല അപ്പം അതും എടുത്തുണ്ടാവും. ഒക്കെ ഇങ്ങനെ തോർത്ത് കയറ്റി വെക്കണം അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ഫുഡായിട്ട് ഞാൻ മന്തി വാങ്ങിയിട്ടോ. ഞാൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ടയേർഡായി മന്തി വാങ്ങി. ഇനി മോനിക്ക് കൊടുത്തു കേട്ടോ കുറച്ച്. എനിക്ക് വശം ഉണ്ടാണ്ടിക്കടാ. എനിക്ക് വശം ഞാൻ കൊടുത്തു. ഞാൻ അൽഫാം മന്തി വാങ്ങി, നോർമൽ മന്തി വാങ്ങി കേട്ടോ. രണ്ടും വാങ്ങി. ഇവർക്ക് എരിവില്ലാത്ത കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ കഴിക്കൽ കഴിഞ്ഞാണ്. അപ്പം ഇനി സമയം ഏകദേശം 2:45 കേട്ടോ. ഞാനിനി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ സമ്മതിക്കണില്ല അവൻ കുളിക്കണ്ട അത്രേ നട്ടിക്കാണ്. സെറ്റൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിക്കണം. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ കുണ്ടാണ്. ഇങ്ങനെ വിരിച്ചിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ കിണറാണത്. കിണർ അല്ലേ, കിണറാണ്. അങ്ങനെ അടിപൊളിയാക്കി വിട്ടു കേട്ടോ. ഒന്ന് പെയിൻ്റ് അടിച്ച് ഫുള്ളൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാവും. പക്ഷേ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കെട്ടിയോ കേൾക്കണ്ടേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, കുറച്ച് എഡിറ്റിങ്ങിന് ഇരിക്കാം. 3 മണി വരെ എഡിറ്റിങ്ങിന് ഇരിക്കാം. എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാം. 40 ഇന്ന് സ്കൂളിൽ നിന്ന് സെൻഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സ് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. സ്കെയിലും പെൻസിലും 2 പേർക്കും. ഇതെവിടുന്ന് കിട്ടി? ആ, ഇനി വേഗം പോയിട്ട് കുളിച്ചോ. കുളിച്ചിട്ട് സെൻഡ് ഓഫിന് എന്നിട്ട് എന്താ കിട്ടിയത് കഴിക്കാൻ? ബിസ്ക്കറ്റ് കിട്ടി, പിന്നെ കേക്ക് കിട്ടി, പിന്നെ വീണിട്ടോ കൈൻ്റെ മുട്ട് മിക്സർ കിട്ടി. ഇത്ര പല പല സാധനങ്ങൾ കിട്ടി. എല്ലാം തിന്നിട്ടില്ല. നാളെ തിന്നെ കുറെ ഉണ്ടായി. ആ, ഇന്ന് യൂണിഫോം ഇടണ്ടാ പറഞ്ഞായിരുന്നു. പക്ഷെ ടീച്ചർ രാവിലെ മെസ്സേജ് അയച്ചേക്കണം. ഞാനിവർ പോയി കണ്ടിട്ടാണ് അത് കണ്ടത്. അതുകൊണ്ട് യൂണിഫോം ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് കാണുന്നത്. ആ, ഞാൻ രാവിലെ കണ്ട ടീച്ചർ രാവിലെ ഇട്ടത്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോയി കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുള്ളൂ. എണിച്ചാലും ഫോൺ എടുക്കില്ല. അലാറം ഓഫ് ചെയ്ത് വേഗം പിന്നെ കാര്യങ്ങൾക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ അതാണ് മെസ്സേജ് കാണാൻ. ഇനി വേഗം പോയി കുളിച്ചിട്ട് വാ, ഫുഡ് തരാം. ചെല്ല് ആ ചെല്ല് ഫുഡ് കഴിക്കും. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ടാണ് പിന്നെ എനിക്ക് കുളിച്ച് നിസ്കരിക്കാൻ പറ്റിയത്. തീരെ സമ്മതിക്കുന്നില്ല. നല്ല വാശിയായിരുന്നു ചെക്കന്. അപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ
അവനാരും കാണാണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ സ്കൂളിൽ തന്ന കുളിയും കാര്യങ്ങളും ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇക്കാക്ക വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി പിന്നെ ഇവിടേക്ക് എന്തൊക്കെ വാങ്ങാൻ ചില്ലറ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബട്ടർ, അതേപോലെ ഞാൻ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബട്ടർ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്തെന്നറിയില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ വാങ്ങിയത് കുറച്ച് ഇങ്ങനെ ഇവർക്ക് നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ടുള്ളതൊന്നുമല്ല. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു ചൂടുകുരുവിൻ്റെ പൗഡർ വാങ്ങിയപ്പോൾ തന്നെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഹാർപ്പിക്ക്, പിന്നെ പൂച്ചയുടെ ഫുഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഷാമ്പു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളതൊക്കെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നണം. കുട്ടികൾക്ക് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ തന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ച് എല്ലാവരും എടുത്ത് ഓരോന്നെടുത്ത് അത് കഴിച്ചു. ഇവർക്ക് പുറത്ത് ഇക്കാതെ പോയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്വൈരക്കേടാണ്. മക്കൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ നല്ല ചൂടത്തിന് കയറിയിരുന്നു. അപ്പോൾ ഒരു നാരങ്ങ സർബത്ത് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയും ചമ്മന്തിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ കൊടുത്തു. കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നോമ്പിൻ്റെ ബാലൻസ് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് മക്കൾക്ക് മുറിച്ച് കൊടുത്തു കേട്ടോ. ക്യാമറ കണ്ടിട്ട് ഉള്ള കോപ്രായത്തരങ്ങളാണ് ഇതൊക്കെ. അവന് ദീദിമാർ വന്നു കഴിഞ്ഞാൽ അവൻ ഫുൾ ഹാപ്പിയാണ്. കാരണം ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ അവനും മാത്രമായ രാവിലെ ഭയങ്കര വാശിയും. പിന്നെ ഞാൻ എങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. എനിക്ക് കാണാണ്ടാവുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടവും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തെങ്കിലും കാട്ടിയൊരു ദീദിമാരുണ്ടല്ലോ സമാധാനിപ്പിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അത് കൊടുത്തു. അപ്പോൾ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൈദ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈദ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാൻ പിന്നെ നിന്നില്ല കേട്ടോ. ഗ്യാസ് ചിലവാണ്. പിന്നെ അതല്ല വേണ്ട എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ പിന്നെ മൈദ പാത്രത്തിലിട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പരീക്ഷണമാണ്, വേണ്ടിയിരുന്നില്ല എന്ന് ഇത് തയ്യാറാക്കുമ്പോൾ തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങിൽ വേണ്ടിയിരുന്നില്ല ഇപ്പോൾ എന്ന് തോന്നിപ്പോയിട്ടോ. കാരണം ഇതൊരു കുനാഫേൻ്റെ ഡോ കുറേ ആയിരിക്കണു. അപ്പോൾ ഞാനിതിങ്ങനെ കുനാഫ അങ്ങനെ മറ്റേ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട്. പക്ഷേ ഈ പ്രോസസ്സാണ് പറ്റാത്തത്. ഒന്നാമത്തെ കാര്യം, ഗ്യാസ് കഴിഞ്ഞിട്ടിരിക്കുന്ന വേളയിൽ, ഗ്യാസ് കിട്ടാത്ത വേളയിൽ ഞാൻ ഇത് പാടില്ലായിരുന്നു ബേക്ക് ചെയ്യാൻ വെക്കൽ. അപ്പോൾ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേഗം ഇതാക്കി എടുത്തു കേട്ടോ. പക്ഷേ സംഭവം കുഴപ്പമില്ല കഴിക്കാൻ. കുട്ടികളൊന്നും അധികം കഴിച്ചൊന്നുമില്ല കേട്ടോ. അവർക്ക് ആ ഒരു ഫീലിങ്സ് വലിയ താല്പര്യമായിട്ടില്ല. പക്ഷെ ഇക്കാക്ക നന്നായി കഴിച്ചു. പിന്നെ ഇക്കാക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കഴിക്കാൻ കൊള്ളാവുന്നതൊക്കെ കഴിക്കും. ഞാനും കഴിച്ചു കേട്ടോ. ഇക്കും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക്. അപ്പോൾ പിന്നെ മധുരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. രാത്രി മന്തിയായിരുന്നു, ഞങ്ങൾക്ക് 2 നേരത്തിനുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അസ്സലാമു അലൈക്കും.